ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? ഞങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തേക്കൊന്ന് പോയതാണ് കേട്ടോ. അപ്പോൾ എടുത്ത ചെറിയൊരു വീഡിയോ ആണിത്. പുറത്തേക്കെന്ന് വെച്ചാൽ വേറെ എങ്ങോട്ടേക്കോ അല്ല, ജസ്റ്റ് ഒന്ന് ബീച്ചിലേക്ക് പോയതാണ്. ഇവിടെ അടുത്തുള്ള ബീച്ചാണ് ചെറിയഴീക്കൽ ബീച്ച് എന്ന് പറയും. അപ്പോൾ മോക്കൊക്കെ വെക്കേഷനല്ലേ, അവൾ വീട്ടിലിരുന്ന് വെറുതെ ഇരുന്ന് ബോറടിക്കുവാണ്. എല്ലാ ദിവസവും തനിയെ ഇരുന്ന് കളിക്കുകയൊക്കെ അല്ലേ. പിന്നെ പറ്റുമ്പോഴൊക്കെ ഞങ്ങൾ പുറത്തേക്ക് പോകാറുള്ളൂ. അപ്പോൾ ഇവിടെ അടുത്തൊന്നും വേറെ കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് മിക്ക ദിവസവും ഇയാൾ ഒറ്റയ്ക്ക് ഇരുന്ന് കളിയാണ് കേട്ടോ. പിന്നെ ചിലപ്പോഴൊക്കെ എൻ്റെ കൂടെ കളിക്കും, ഞാൻ കുറച്ച് നേരമൊക്കെ കളർ ചെയ്യാനൊക്കെ കൂടെ ഇരിക്കും, അത്രയൊക്കെ ഉള്ളൂ. കൂടുതൽ നേരം ഈ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുന്നതുകൊണ്ട് ഭയങ്കര ബോറടിയാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് പുറത്തോട്ട് പോകാമെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷത്തുള്ളി ചാടി ഇറങ്ങും. പ്രത്യേകിച്ച് ബീച്ചിലേക്കാണെന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ട, അത്രത്തോളം സന്തോഷമാണ്. നമുക്കെല്ലാവർക്കും അങ്ങനെയല്ലേ അല്ലേ? എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ബീച്ചിൽ പോകുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്തോ വെറുതെ ചെന്ന് നിൽക്കുമ്പം തന്നെ ഒരു പോസിറ്റിവിറ്റിയാണ് അല്ലേ? കുറച്ച് സമയം ഫ്രണ്ട്സ് ആളുകളെയൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. അങ്ങനെ പിന്നെ പോകുന്ന വഴിയിലുള്ള ഒരു പാലമാണ് കേട്ടോ ഇത്. ഇതിലേക്ക് പോകുമ്പോൾ ആ ഒരു വ്യൂ നല്ല രസമാണ് കേട്ടോ. നമ്മൾ വേറെ കൂടെയോ പോകുന്ന പോലെ തോന്നും. നല്ലൊരു ഭംഗിയാണ് ഇതിലേ പോകുമ്പോൾ. അപ്പുറം ഇപ്പുറം രണ്ട് സൈഡിലും കടലൊക്കെ കണ്ട് നല്ല ഭംഗിയായിട്ട് പോവാം. ഞങ്ങൾ പിന്നെ ബീച്ചിൽ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അവിടുത്തെ ലൈറ്റ് ഹൗസിലാണ് കയറിയത്. ലൈറ്റ് ഹൗസിൽ തന്നെ ഒരു നല്ല പാർക്കുണ്ടായിരുന്നു. മോൾക്ക് ലൈറ്റ് ഹൗസിൽ കയറുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം അവിടെ പാർക്കിൽ കളിക്കാനായിരുന്നു. പക്ഷേ ഞങ്ങൾ സമ്മതിച്ചില്ല. ആദ്യം നമുക്ക് മുകളിൽ പോയി എല്ലാം കണ്ടിട്ട് താഴെ വന്ന് കളിക്കാമെന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു. മുകളിൽ പോയപ്പോഴത്തേനും മോക്കൊരു ചെറിയൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ഹൈറ്റിൽ ചെന്ന് നിൽക്കുന്നതിൻ്റെയും പിന്നെ നല്ല കാറ്റല്ലേ, അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും കുറച്ച് നേരമൊക്കെ ഇവിടെയൊക്കെ നിന്നു. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ കുറച്ച് നേരമൊക്കെ നിന്നു. അതിൽ കൂടുതൽ നേരം പിടിച്ച് നിർത്താൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ താഴെ വന്നു. മോള് കുറച്ച് നേരം പാർക്കിൽ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് കളിക്കുകയും ഒക്കെ ചെയ്തു. കുറച്ച് നേരമൊക്കെ അങ്ങനെയൊക്കെ നിന്ന് കളിച്ചു. പിന്നെ ഞങ്ങൾ നേരെ അങ്ങ് ബീച്ചിലേക്ക് പോവുക ചെയ്തത്. ബീച്ചിലെത്തിയ പിന്നെ പറയണ്ടല്ലോ, സ്വന്തം വീട് പോലെ അങ്ങ് ഓടിച്ചാടി നടക്കുക. പിന്നെ കുറച്ച് നേരമൊക്കെ കളിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ നല്ല ശക്തിയായിട്ട് തിരയടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു പേടിയുണ്ടായിരുന്നു കുറച്ച് അങ്ങോട്ടൊക്കെ ഇറങ്ങാനായിട്ട്. കുറച്ച് ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാലൊക്കെ നനച്ചു. പക്ഷെ അവൾ പിന്നെ തിരിച്ച് കയറുന്ന പ്രശ്നമേ ഇല്ല. ബീച്ചിലിറങ്ങുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫുൾ നനച്ച് കയറത്തുള്ളൂ. എത്ര നമ്മൾ പറഞ്ഞാലും എത്ര നമ്മൾ ഇങ്ങോട്ട് പിടിച്ചാലും ബീച്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ കുളിച്ച് നനച്ച് ഇട്ടേ കയറത്തുള്ളൂ. അങ്ങനെ പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് എഴുതിയും അയിലോ കടലമ്മയൊക്കെ എഴുതി മായ്ക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. കുറേ നേരം കളിച്ചു. എന്തായാലും നല്ല ഹാപ്പി ആയിട്ടിരുന്നു കുറച്ച് നേരം. പിന്നെ അവിടുന്ന് പൊട്ടറ്റോ ഫ്രൈസും മറ്റേ പാനിപ്പൂരിയൊക്കെ കഴിച്ച് തിരിച്ച് വന്നപ്പോഴത്തേക്കിനും രാത്രിയായി. തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുന്നേ ആൾ ഉറങ്ങുകയും ചെയ്തു. അങ്ങനെ ഒരു നല്ല ദിവസമായിരുന്നു അത്.